ഒരു വ്യക്തി വിജയിക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തി പരാജയപ്പെടുന്നതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. നാം എല്ലാം വിജയിക്കുന്നവരെ പറ്റി ഒരുപാട് ചർച്ചകൾ ചെയ്യാറുമുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ പരാജിതൻ ആകുന്നതിൻ്റെ കാരണങ്ങൾ ഇവയാണോ എന്ന് പരിശോധിക്കണം. നിങ്ങളിൽ ഈ അടയാളങ്ങളുണ്ട് എങ്കിൽ ഇന്ന് തന്നെ ഇവ മാറ്റി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയവും പരാജയവുമെല്ലാം. ഒരു പരാജയമുണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ സാഹചര്യങ്ങളെയും സുഹൃത്തുക്കളെയും ചുറ്റുപാടുകളെയും കഴിഞ്ഞുപോയ കാലത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നതോ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് ഭയപ്പെടുന്നതോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ മറന്നു പോകാതിരിക്കുക. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ ഒരു കാര്യത്തിലേക്ക് പ്രയത്നിക്കാൻ തയ്യാറാവുക. ഒരു വ്യക്തി പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന അടയാളമാണ് അവനിൽ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ. നിങ്ങൾക്ക് എത്ര വലിയ സ്കില്ലുകളും ഉണ്ടായിരിക്കാം. മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ അതിൽ വളരെയധികം എക്സ്പേർട്ടുമായിരിക്കാം. എന്നാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കത് നേടാൻ കഴിയുകയില്ല, എന്നെക്കൊണ്ടത് സാധിക്കില്ല, ഞാൻ മാത്രം വിചാരിച്ചാൽ അത് എങ്ങനെയാണ് പ്രാവർത്തികമാവുക. ഇങ്ങനെയുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും സെൽഫ് ഡൗട്ട് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് നിങ്ങളോട് തന്നെ പറയുകയാണ്, നിന്നെക്കൊണ്ടത് സാധിക്കുമോ, നിന്നെക്കൊണ്ടത് പറ്റില്ല. ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നിങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇതുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി മറ്റാരുമല്ല. ഈ പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ മറ്റാരുമല്ല, നിങ്ങളുടെ മൈൻഡിൽ തന്നെയുണ്ട് നിങ്ങൾക്കുള്ള എല്ലാത്തിൻ്റെയും ആൻസർ. എന്നാൽ നാം അത് കാണാതെ പോകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ മുതലാണ് നിങ്ങൾ പരാജയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിലയില്ലാത്തതായിട്ട് തോന്നുന്നു. അതുമാത്രമായിരിക്കില്ല, നിങ്ങളെ എല്ലാ സമയവും വളരെയധികം തിരക്കിലായിരിക്കും ആര് ചോദിച്ചിട്ടുണ്ടെങ്കിലും. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് പുറപ്പെടുന്ന സമയത്തും അതിനെക്കുറിച്ച് അകാരണമായിട്ടുള്ള ഒരു ഭയമുണ്ടായിരിക്കും, സ്റ്റേജ് ഫിയർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല്, ആത്മവിശ്വാസം വളരെയധികം താഴുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. നിങ്ങൾ ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ നിങ്ങൾ സന്തുഷ്ടനല്ലാത്ത സിറ്റുവേഷനിൽ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ നിരന്തരമായിട്ട് എന്നെക്കൊണ്ട് അതിന് കഴിയില്ല, എനിക്കത് നേടാൻ പറ്റില്ല, അതിന് യോഗ്യനല്ല ഞാൻ എന്ന രീതിയിലുള്ള തോട്ട്സ് ഒന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കാതിരിക്കുക. ഇത് അഫർമേഷൻസിന് തുല്യമാണ്. നിങ്ങൾ നിരന്തരമായിട്ട് ഇതേ മോഡലിൽ നിങ്ങളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ, ഇതേപോലെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരില്ല. ഏതൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളതിനെ സംശയത്തിൻ്റെ നിഴലിലായിരിക്കും കാണുന്നുണ്ടാവുക. ആത്മവിശ്വാസം ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് നമ്മുടെ ലൈഫ് കൈവിട്ടു പോകുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ജീവിതത്തെക്കുറിച്ച് ശുഭപ്രതീക്ഷകളൊന്നുമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടായിരിക്കുക. ഇവിടെ പറഞ്ഞ ഈ അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ അടുത്ത 90 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ വാല്യൂസിനെ കുറിച്ച് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. നിരന്തരമായിട്ട് നിങ്ങൾ എത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക. ഒരു പെന്നും പേപ്പറും എടുത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കുക. നിങ്ങളുടെ ലൈഫിൽ നേടിയിട്ടുള്ള
ഒരു ചെറിയ അച്ചീവ്മെൻ്റ് ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. പോസിറ്റീവായിട്ടുള്ള ഇന്നർ ടോക്ക്, അതായത് സെൽഫ് ടോക്ക് എപ്പോഴും നടത്തുക. നിങ്ങൾ ഡെയിലി അഫർമേഷൻസ് കേൾക്കാൻ തുടങ്ങുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂട്ടത്തിൽ കൂടുക. നിങ്ങളുടെ വാല്യൂസ് തിരിച്ചറിയുന്നവരെ കൂട്ടത്തിൽ കൂടാൻ തുടങ്ങുക. ഇങ്ങനെ സംഭവിക്കുമ്പോഴും നിങ്ങളിൽ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങും. ഞാൻ ആദ്യം പറഞ്ഞ അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ഇന്ന് മുതൽ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുക.